D2020. യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഫാക്ട്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും, ഫാക്ട് എന്ന് വെച്ചാൽ എന്താ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് ഈ യൂണിവേഴ്സൽ ഫാക്ട്സ്? യൂണിവേഴ്സൽ ഫാക്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒത്തിരി സത്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്, നമ്മുടെ പ്രപഞ്ചത്തിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സത്യമാണ്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇലകളുടെ നിറം പച്ചയാണ്, അല്ലെങ്കിൽ എന്താ, വെള്ളത്തിന് നിറമില്ല, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഈ കാര്യങ്ങളൊക്കെ പ്രപഞ്ച സത്യങ്ങളാണ് അല്ലേ. ഇത് നമുക്ക് കള്ളമാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇതൊക്കെ സത്യങ്ങളാണ്. അപ്പം പ്രപഞ്ച സത്യങ്ങൾ, നമ്മുടെ ഈ യൂണിവേഴ്സിനെ, നമ്മുടെ ഈ ലോകത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സത്യങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സത്യസന്ധമായുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, അവനൊരു നല്ല കുട്ടിയാണ്, എനിക്ക് തോന്നുന്നു അവനൊരു നല്ല കുട്ടിയാണെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സത്യമാണ് അല്ലേ. അപ്പം ഞാൻ അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താണ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. ഹീ ഈസ് എ ഗുഡ് ബോയ്, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമായതുകൊണ്ട്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ട്, ഐ ഹാവ് 10 ചോക്ലേറ്റ്സ്. ഇവിടെയും ഞാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിരിക്കുന്നത്? കാരണം ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പം ഫാക്ട്സ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഒരു ഉദാഹരണം, ഒരു പ്രപഞ്ച സത്യം നമുക്ക് എടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപഞ്ച സത്യം എന്താണ്? സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലേ. സൂര്യൻ കിഴക്കുദിക്കുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളതിൽ ഏത് വാക്കാണ് ഇവിടെ സബ്ജക്റ്റ്? ഏത് സാധനമാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്? ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് സൂര്യനാണ് അല്ലേ. സൂര്യനാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്. സൂര്യനാണ് കിഴക്കുദിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഉദിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. അപ്പോൾ സൂര്യൻ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പല സൂര്യന്മാരും ഈ ഫുൾ യൂണിവേഴ്സിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഗാലക്സിയിൽ ആകെ ഒരു സൂര്യനെ ഉള്ളത് കൊണ്ട് നമ്മൾ സൺ എന്ന വാക്കിനെ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം സൂര്യൻ, സൺ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഉദിക്കുക എന്നുള്ള വാക്കിന് എന്താണ് നമ്മൾ പറയുക? റൈസ് എന്ന് പറയും അല്ലേ. റൈസ്, RISE, റൈസ്. ചോറല്ല, എസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ റൈസ്, ഉദിക്കുക. ഓക്കെ. അപ്പോൾ സണ്ണ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് റൈസ് എന്ന് എഴുതാൻ പറ്റില്ല. സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ റൈസസ് എന്ന് എഴുതണം. എന്തുകൊണ്ടാണ്? സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു എസ്സും കൂടി ആഡ് ചെയ്യണം. അപ്പം സൺ റൈസസ്, വേർബിൻ്റെ കൂടെ നമ്മൾ എസ്സും കൂടി ആഡ് ചെയ്തു. സൺ റൈസസ്. എവിടെയാണ് റൈസ് ചെയ്യുന്നത്? കിഴക്കാണ്. ഇൻ ദ ഈസ്റ്റ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ. സോ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളും എന്താ? ഒരു പ്രപഞ്ച സത്യമാണ്. എന്താണ് ആ പ്രപഞ്ച സത്യം? ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിക്ക് ചുറ്റുമാണ് ചന്ദ്രൻ കറങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രപഞ്ച സത്യം എങ്ങനെ പറയും? ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നു. കറങ്ങുക എന്നുള്ളതാണ് ഇവിടെ പ്രവൃത്തി. ആ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ചന്ദ്രനാണ് കറങ്ങുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ചന്ദ്രനാണ് നമ്മുടെ സബ്ജക്റ്റ്. മൂൺ നമുക്ക് ഒരു മൂണേ ഉള്ളൂ. പക്ഷെ മറ്റു പല പ്ലാനറ്റ്സിനും ഒത്തിരി മൂൺസ് ഉണ്ട്. നമുക്ക് ഒരു മൂണേ ഉള്ളൂ. അതുകൊണ്ട് മൂൺ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മൂൺ കറങ്ങുക എന്നുള്ളതിന് നമ്മൾ റിവോൾവ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ മൂൺ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ റിവോൾവ്സ് എന്ന് പറയും. മൂൺ റിവോൾവ്സ്. എന്തിനു ചുറ്റുമാണ് കറങ്ങുന്നത്? ഭൂമിക്ക് ചുറ്റും. അറൗണ്ട് ദ എർത്ത്. മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. ഓക്കെ. ഇവിടെ നമ്മൾ ഏത് ഫോമാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒരു പ്രപഞ്ച സത്യമാണ്. നമ്മുടെ പ്രപഞ്ചത്തിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് സത്യം ആയിക്കൊള്ളട്ടെ, നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താണ് അത് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലൊന്ന് കുറിച്ചിടുക. ഇപ്പം നിങ്ങൾ എന്ത് കാര്യവും ഈ പ്രപഞ്ചത്തിനെ അസോസിയേറ്റ് ചെയ്തുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും വിചാരിക്കുക എന്താണ്, ഏത് ഫോർമാറ്റിലാണ് പറയേണ്ടത്?
സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഈ ഒരു ഫോമാറ്റിലാണ് പറയേണ്ടത്. ഇനി ഇൻ കേസ് ഒബ്ജക്റ്റ് അല്ല അഡ്ജക്റ്റീവ് ആഡ്വർബ് അതാണ് വരുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഈ ഒരു ഫോമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്തും കൂടി ശ്രദ്ധിക്കണം, വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസും കൂടി ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. നമ്മൾ ഇത്രയും നേരം പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് സാധാരണ സത്യങ്ങളെക്കുറിച്ച് പറയാം. വേറൊരു ഉദാഹരണം, അവൻ നന്നായി ഡാൻസ് കളിക്കും. അവൻ നന്നായി ഡാൻസ് കളിക്കും. ഓക്കെ, അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, അവനറിയാവുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതൊരു സത്യമാണ്. അവൻ നന്നായിട്ട് ഡാൻസ് കളിക്കും അല്ലേ? അപ്പം നമുക്ക് ഈ സെൻറ്റൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? സബ്ജക്റ്റ് എന്താണ്? അവനാണ് സബ്ജക്റ്റ്. അപ്പോൾ ഹീ, എന്താണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി? ഡാൻസ് കളിക്കുക, അതാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ ഡാൻസ് കളിക്കുക എന്നുള്ള വാക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡാൻസ് എന്ന് തന്നെയാണ് പറയുന്നത്, വേർബ്. അപ്പം ഹീ ആണ് സബ്ജക്റ്റ്, ഹീ. ഡാൻസ് ആണ് വേർബ്, ഡാൻസ്. എങ്ങനെ ഡാൻസ് കളിക്കുന്നു? നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു. വെൽ, നന്നായിട്ട്, വെൽ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹീ ആയതുകൊണ്ടും സബ്ജക്റ്റ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടും നമ്മൾ ഡാൻസിൻ്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യണം? എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. അപ്പോൾ ഹീ ഡാൻസസ് വെൽ, അവൻ നന്നായിട്ട് ഡാൻസ് കളിക്കാറുണ്ട്. അവൻ നന്നായി ഡാൻസ് കളിക്കാറുണ്ട്. ഹീ ഡാൻസസ് വെൽ. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. അടുത്ത എക്സാമ്പിളാണ് അവൾ നല്ല സ്റ്റുഡൻ്റ് ആണ്. അവൾ നല്ല സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അവൾ നല്ല സ്റ്റുഡൻ്റ് ആണ് എന്ന സെൻറ്റൻസ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു. ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. അവൾ നല്ല സ്റ്റുഡൻറ്റ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ? ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഷീ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അവൾ ഗുഡ് സ്റ്റുഡൻറ്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ആണ്, അവൾ ഇപ്പോഴും ഗുഡ് സ്റ്റുഡൻറ്റ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് സത്യമാണ്, സത്യമായിട്ടുള്ളൊരു ഫാക്റ്റാണ് ഞാൻ പറയുന്നത് അല്ലേ? അപ്പം ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, അതും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം സത്യമായാലും നമ്മളെ സംബന്ധിച്ചിടത്തുള്ള സത്യമായാലും നമ്മൾ എങ്ങനെയാണ് പറയുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താണ് നമ്മൾ ആ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്കറിയാം. സബ്ജക്റ്റ് എഴുതുക, വേർബ് എഴുതുക, അതിനുശേഷം ഓബ്ജക്റ്റ് എന്താണോ അത് എഴുതുക. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരെന്തിനാ ഇത് വീണ്ടും 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 പറയുന്നതെന്ന്. വീണ്ടും 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 പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് രജിസ്റ്റർ ആവും. അപ്പോൾ അതൊരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 2-3 തവണ ഇത് തന്നെ പറയുന്നത്. ഓക്കെ.